KTU എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻസർ ബുക്ക്ലെറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് സബ്ജക്റ്റുകളുടെ ആൻസർ ബുക്ക്ലെറ്റിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ആൻസർ ബുക്ക്ലെറ്റിൽ. ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജ് മറ്റ് ആൻസർ ബുക്ക്ലെറ്റ് പോലെ തന്നെ സെയിം ആണ്, അതിലൊന്നും ഡിഫറൻസ് ഇല്ല. ഡിഫറൻസ് വരുന്നത് ഫസ്റ്റ് പേജ് മുതലാണ്. ഫസ്റ്റ് പേജിൽ ഇതേപോലെ ഗ്രിഡ് ലൈൻ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ടാണ് ഗ്രിഡ് ലൈൻസ് കാണുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേപോലെ ബ്ലാങ്ക് പേജ് കാണാൻ പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡ് വീണ്ടും ഗ്രിഡ് ലൈൻസ് ഉള്ള പേജ് ആയിരിക്കും. അങ്ങനെ അത് കുറേ പേജ് റിപ്പീറ്റ് ചെയ്യും. അതായത് റൈറ്റ് സൈഡിൽ ഇതേപോലെ ഗ്രിഡ് ലൈൻ, ലെഫ്റ്റ് സൈഡിൽ ബ്ലാങ്ക് പേജ്, ഈ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പോകും. കുറച്ച് പേജസ് കഴിഞ്ഞാൽ ഐസോമെട്രിക് ലൈൻസ് കാണാൻ പറ്റും. ഇതേപോലെ ഐസോമെട്രിക് ഗ്രിഡാണ് കാണുക. ഇത് ഐസോമെട്രിക് വ്യൂവർ പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പിന്നീട് ലാസ്റ്റ് പേജസൊക്കെ അത് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും ബ്ലാങ്ക് പേജസ് ആയിരിക്കും. എങ്ങനെ വരയ്ക്കണം, ഏത് പേജിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഗ്രിഡ് ലൈൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പാരൽ ലൈൻസ് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതായത് പാരൽ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൽ ഫോർ എക്സാമ്പിൾ XY ലൈൻ ഈ ലൈനിലൂടെ കൺസിഡർ ചെയ്തു, ജസ്റ്റ് ഇതിലൂടെ വരയ്ക്കാം. ഇനി ഒരു പാരൽ ലൈൻ വരയ്ക്കണം, സേ 10 mm എബോ, അപ്പോൾ ഇതുവഴി ഇതിലൂടെ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രിഡ് ലൈൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം ഇതിൽ ചില ആൻസർ പേപ്പറിലൊക്കെ ഈ ഗ്രിഡ് ലൈനിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ H2H ഒക്കെ ആണെങ്കിൽ അതിന് ഡാർക്ക്നെസ് കുറവായിരിക്കും. അപ്പോൾ അത് വിസിബിൾ ആകാത്ത രീതിയിലൊക്കെ കാണാം. ഇതിൽ പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് ബ്ലാങ്ക് പേജിൽ വരയ്ക്കാം. ബട്ട് ഇനീഷ്യലി ബ്ലാങ്ക് പേജസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, വരയ്ക്കുക. കംപ്ലീറ്റ് പേജസും ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. ഇനി വളരെ ബാക്കിലൊക്കെ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അതിൽ PTO എന്ന് കൊടുക്കുക. കാരണം ഇൻ കേസ് വാല്യൂ ചെയ്യാൻ വിട്ടുപോകുന്നൊരു കേസ് വളരെ ചാൻസ് കുറവാണ്. ആ ലാസ്റ്റ് പേജിലൊക്കെ കൊണ്ടുപോയി വരച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് PTO എന്ന് കൊടുത്താൽ മതി. അതുകൊണ്ട് ഫസ്റ്റ് പേജിൽ തന്നെ വരയ്ക്കണം നിർബന്ധമില്ല. സെക്കൻഡ് പേജിൽ വരുന്ന ലെഫ്റ്റ് സൈഡിൽ വരുന്ന ബ്ലാങ്ക് പേജിൽ വരച്ചാലും മതി. അടുത്തൊരു ഡൗട്ട് ഇതിൻ്റെ ഓറിയൻറ്റേഷനാണ്. അതായത് ഫോർ എക്സാമ്പിൾ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ ഈ ഓറിയൻറ്റേഷനാണ് ബെസ്റ്റ്. കാരണം വളരെ താഴെയാണ് ഗ്രൗണ്ട് ലൈൻ വരിക, ഈ PP ഈ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓറിയൻറ്റേഷനിൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി അതല്ല പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിൻ്റെ പ്രോബ്ലം, അപ്പോൾ 3 സ്റ്റേജ് ആയിട്ട് വരയ്ക്കണം. അപ്പോൾ 3 സ്റ്റേജ് ആയിട്ട് വരയ്ക്കുന്ന കേസ് വരുമ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക, ഇതേപോലെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ XY ലൈൻ വരയ്ക്കുക. ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ വരയ്ക്കുന്നതെങ്കിൽ 3 സ്റ്റേജസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടോപ്പ് വ്യൂ, ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ, ദെൻ സെക്കൻഡ് ഫ്രണ്ട് വ്യൂ, സെക്കൻഡ് ടോപ്പ് വ്യൂ. ഇങ്ങനെ ഈ 3 സ്റ്റേജ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഇത്രയും സ്പേസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഈ രീതിയിൽ വരയ്ക്കാം. ബ്ലാങ്ക് പേജസിൽ വരച്ച് പ്രാക്ടീസ് ആയവർക്ക് ഗ്രിഡ് ലൈനിൽ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. ഇതിൽ വരയ്ക്കാം. ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുക എന്ന് മാത്രം. അപ്പോൾ റൈറ്റ് സൈഡിൽ ഗിവൺ ഡാറ്റാസും റഫ് വർക്കൊക്കെ ചെയ്താൽ മതി. പേഴ്സ്പെക്റ്റീവ് ആണെങ്കിൽ ബെസ്റ്റ് ഇതാണ്, ഇങ്ങനെ വരയ്ക്കാം. ഇനി അതല്ല സോളിഡ്സിൻ്റെ പ്രൊജക്ഷൻ ആണെങ്കിൽ ഇതേപോലെ റെഫറൻസ് ലൈൻ വരയ്ക്കാം. അടുത്തൊരു ഡൗട്ട് വരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് കൂടുതൽ ഫിഗേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ഈ ഒരു പേജിൽ വരച്ചു. ഇനി അടുത്തതിൽ, അതായത് ബ്ലാങ്ക് തന്നെയാണ്, ബ്ലാങ്ക് പേജസിലാണ് വരയ്ക്കുന്നത്, അൺറൂൾഡ് ആയിട്ടുള്ള പേജസിലാണ് വരയ്ക്കുന്നത്. അടുത്ത പേജ് കാണുക ഗ്രിഡാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഗ്രിഡിൽ വരയ്ക്കാൻ താല്പര്യമില്ല, അതിൻ്റെ അടുത്ത പേജ് ചെയ്താൽ മതി. അതൊന്നും കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അടുത്ത ടൈപ്പ് പേജാണ് ഇതേപോലെ ഐസോമെട്രിക് ഗ്രിഡ് ലൈൻസ് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത ഇതിലുള്ള എല്ലാ ലൈൻസും ഐസോമെട്രിക് ലൈൻസ് ആണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, ഇത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അതായത് XY ഡയറക്ഷനായിട്ട് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് സെറ്റ്, അതായത് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് ഈ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയി കിടക്കുന്നത്, വെർട്ടിക്കൽ ലൈൻസ് ആണ് ഈ വെർട്ടിക്കലായിട്ട് കാണുന്നത്. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ ഈ ഐസോമെട്രിക് ഗ്രിഡ് തന്നെ യൂസ് ചെയ്യുന്ന നിർബന്ധമില്ല. നിങ്ങൾക്ക് നേരത്തെ ബ്ലാങ്കിൽ വരയ്ക്കാം, അതേപോലെ ഗ്രിഡ് ലൈനിൽ വരയ്ക്കാം. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 30 ഡിഗ്രി എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ക്യൂബിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ വരയ്ക്കുകയാണ് കരുതുക. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് എടുക്കുക, ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് എടുത്ത്
ഇങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഇനി ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡ്രാഫ്റ്റർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്. ആക്യുറസിയുടെ പ്രശ്നം വരും. പാരൽ ലൈൻസിൻ്റെയും അതിനാണ് ഗ്രിഡ് ലൈൻ തന്നിരിക്കുന്നത്. അതേപോലെ ഈ 30 ഡിഗ്രി ലൈൻസിന് പാരൽ ലൈൻസ് വരയ്ക്കണ്ടേ, അപ്പോൾ അതിനൊക്കെ ഇതിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒന്നും വരയ്ക്കാതിരിക്കുക. വരച്ചാൽ തെറ്റൊന്നുമില്ല, എന്നാലും അതിനല്ല ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനാണ്. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് വ്യൂ ഓർ പ്രൊജക്ഷൻ വരയ്ക്കാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ വരയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഗ്രിഡ് ലൈനിലോ ബ്ലാങ്ക് ആയി കിടക്കുന്ന അൺറൂൾഡ് ആയിട്ടുള്ള പേജസിലോ എവിടെ കൊണ്ടുപോയി വേണമെങ്കിൽ വരയ്ക്കാം. ബട്ട് ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കണം. അതേപോലെ വളരെ ബാക്കിലൊക്കെ ലാസ്റ്റ് പേജിലൊക്കെ കൊണ്ടുപോയി വരയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലോട്ടേക്ക് വരുന്നതൊക്കെ ബ്ലാങ്ക് പേജസ് ആണ്, ഇത് അൺറൂൾഡ് ആയിട്ടുള്ള പേജസ് ആണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വരയ്ക്കാം. പിന്നെ പെൻസിലിൻ്റെ കാര്യം കുറച്ച് പേര് ചോദിച്ചു. പെൻസിലിനൊക്കെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. H2H ആണ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് പേര് ഈ ഗിവൺ ഡാറ്റ ഒക്കെ എഴുതുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതായത് ഗിവൺ ഡാറ്റ പെൻസിൽ കൊണ്ട് എഴുതണോ പെന്ന് കൊണ്ട് എഴുതണോ. അപ്പോൾ അതൊന്നും ഒരു പ്രത്യേകതയുള്ള കാര്യമല്ല. പെൻസിലോ പെന്നോ എന്ത് വേണേൽ യൂസ് ചെയ്യാം. ഇനി ഫിഗർ വരയ്ക്കുമ്പോൾ അത് പെൻസിൽ യൂസ് ചെയ്യാം. അതേപോലെ ഫിഗറിൽ വരുന്ന ഡയമെൻഷൻ അല്ലെങ്കിൽ ഫിഗറിൽ വരുന്ന ലെറ്ററിങ് അതൊക്കെ പെൻസിൽ യൂസ് തന്നെ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആൻസർ ബുക്ക്ലെറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.